പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു $10 ആയി കഴിയുന്ന നമുക്കൊരു മെയിൽ വരും ഗൂഗിളിൽ നിന്ന്. അപ്പോൾ ആ മെയിൽ നമ്മൾ നോക്കുന്നുണ്ടെ അത് ഐഡന്റിറ്റി വെരിഫൈയുടെ ഒരു മെയിലായിരിക്കും. ഈ ഐഡന്റിറ്റി വെരിഫൈ എങ്ങനെയാണ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് നോക്കാം. ഇതുകൊണ്ടൊക്കെ നമുക്ക് ഒരു മെയിൽ വരും, വെരിഫൈ യുവർ ഐഡന്റിറ്റി ഓൺ യുവർ ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇതുകൊണ്ടൊക്കെ നമുക്ക് മെയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നേരെ അതിനായിട്ട് നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ആഡ്സെൻസ് അക്കൗണ്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് സൈൻ ടു കണ്ടിന്യൂ ടു ആഡ്സെൻസ് അക്കൗണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ഇതുകൊണ്ടൊക്കെ നമ്മുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഇമെയിൽ ID ആണ് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്കൊരു പേജ് ഇതുപോലൊക്കെ ഓപ്പൺ ആയി വരും. അപ്പോൾ ആ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി കഴിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈൻ കാണാനായിട്ട് സാധിക്കും. മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ലൈൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് കുറെ 3-4 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് പേയ്മെന്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലോട്ട് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതുപോലൊക്കെ പേയ്മെന്റ് ഇൻഫോ, വേരിഫിക്കേഷൻ ചെക്ക്, ഇതൊക്കെ ഇങ്ങനെ വരും. അതിൽ നമ്മൾ വേരിഫിക്കേഷൻ ചെക്ക് എന്നുള്ളിടത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതായിരിക്കും. ഇതിൽ ഫുള്ളായിട്ട് ഇത് ചെയ്യുന്നവർ ഇതുപോലൊക്കെ പ്രത്യേകമായിട്ട് ഇതൊന്ന് വായിച്ച് നോക്കണം. ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളപ്പം ശരിയായിട്ട് ഇതൊന്ന് വായിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ പുതിയ രീതിയിൽ ചെയ്യുന്ന രീതി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയ രീതിയിൽ ഇതുപോലൊക്കെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, പുതിയൊരു രീതി ഇവിടെ വെരിഫൈ നൗ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ രീതിയിൽ ഇതുപോലൊക്കെ വെരിഫൈ ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, അപ്പോൾ ഇവിടോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് പുതിയ രീതി എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. അതിൽ കണ്ടിന്യൂ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്കിവിടെ ബീങ് വെരിഫൈ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പെർസോണ എന്ന് പറയുന്ന ഇതിന്റെ ത്രൂ ആയിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ബീങ് വെരിഫൈ എന്നുള്ളിടത്ത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ രീതിയിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിലായിട്ട് തന്നെ വെരിഫൈ ചെയ്യുന്ന രീതിയിലുള്ള രീതിയാണ് ഇതിലുള്ളത്. അപ്പൊ ഇത് പുതിയ ഒരു രീതിയാണിത്. ഇതിപ്പോ പുതിയതായിട്ട്, ഇത് പഴയ രീതി അല്ല, ഇത് പുതിയ രീതിയാണ്. അപ്പൊ ഞാൻ ഈ പുതിയ രീതിയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പല വീഡിയോകൾ ഇനി ഇതിന്റെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പഴയ രീതിയിൽ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഇവിടെയായിട്ട് യൂസ് ID ആൻഡ് മെയിൽ പിൻ വെരിഫിക്കേഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെയോട്ട് ഞാൻ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയോട്ട് ടച്ച് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. OPT ഔട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടോട്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പഴയ രീതിയിലോട്ട് പോകാനുള്ള ഓപ്ഷനാണ്. അതുകൊണ്ടാണ് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ടച്ച് ചെയ്ത് കൊടുത്ത ഉടനെ നമ്മൾ ആദ്യമേ കണ്ട അതേ രീതിയിലുള്ള നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയായിട്ട് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ ടേക്ക് ആക്ഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ടച്ച് ചെയ്ത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രൊവൈഡ് സം ഇൻഫോ അബൌട്ട് യുവർ സെൽഫ് ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ റെഡിനകത്ത് ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് അവിടെ ലെഫ്റ്റിലോട്ടൊന്ന് മൂവ് ചെയ്യിച്ച് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വെരിഫൈ നൗ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അവിടെയായിട്ട് ആ വെരിഫൈ നൗ എന്നുള്ളിടത്ത് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് നമ്മൾ ടച്ച് ചെയ്ത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊക്കെ ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ താഴെയായിട്ട് സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെരിഫിക്കേഷന് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ട് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളത് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാവുന്നുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, പാൻ കാർഡ് കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം, ഇതെല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പാൻ കാർഡിന്റെ ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഞാൻ പാൻ കാർഡിന്റെ ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ അതിന്റെ താഴെയായിട്ട് പാൻ കാർഡിന്റെ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുത്ത് കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെയായിട്ട് എഴുതിയിട്ടുണ്ട് ആധാർ കാർഡ് ആർ നോട്ട് അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രത്യേകമായിട്ട് ഓർക്കണം, ആധാർ കാർഡ് ഇതിനകത്ത് അക്സെപ്റ്റഡ് അല്ലെന്നുള്ളത് ഇത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ ഏത് പാൻ കാർഡിന്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ 4 മൂലയും കറക്റ്റായിട്ട് എങ്ങും കട്ടാവാത്ത രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വേണം അത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട്.
അപ്പൊ കറക്റ്റായിട്ട് ഇത് പ്രത്യേകമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ മൂലയെല്ലാം ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ പളിച്ചെന്ന് ലൈറ്റ് ഒന്നും അടിക്കാൻ പാടില്ല. അങ്ങനെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായിട്ട് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ റിജക്ട് ചെയ്യും. അതപ്പം ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ വേണം ഇതുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. അപ്പം അതായത് ഈ പാൻ കാർഡിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഫ്രണ്ട് സൈഡ് ഇവിടെ ആയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് തൊട്ട് താഴെയായിട്ട് ബാക്ക് സൈഡ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം തന്നെ ഈ ഫ്രണ്ട് സൈഡ് അപ്ലോഡ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുക. അപ്പം ഗാലറി പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഗാലറി പോകാനുള്ള ഓപ്ഷൻ വന്നു കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഗാലറി എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് അതിനുശേഷം ആ ഫ്രണ്ട് സൈഡ് നമ്മൾ ഫോട്ടോ അത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തതിന് ശേഷം മുകളിലായിട്ട് സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സെലക്ട് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ മാത്രമേ അത് അപ്ലോഡ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ അപ്ലോഡ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ബാക്ക് ഓഫ് ഐ ഡി എന്നുള്ളത്, അതായത് ഇവിടെ ബാക്ക് ഓഫ് ഐ ഡി എന്നുള്ളിടത്ത് അവിടെ നമ്മൾ അപ്ലോഡ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതേമാതിരി തന്നെ നമ്മൾ ഗാലറി പോയിട്ട് നമ്മൾ ആ ഫോട്ടോ ടച്ച് ചെയ്ത് കൊടുത്തു ബാക്ക് സൈഡ്. എന്നിട്ട് മുകളിലായിട്ട് സെലക്ട് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ അതും അപ്ലോഡ് ആവും. അപ്പൊ ഇത് രണ്ടും ഇങ്ങനെ അപ്ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എറർ വരും. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഇത് അപ്ലോഡ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എററൊക്കെ വരും. അപ്പോൾ ഇത് കറക്റ്റ് ആണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിനുശേഷം താഴെ നെക്സ്റ്റ് എന്ന് കാണുന്നിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ടൊക്കെ അടുത്ത ഓപ്ഷൻ വരും. നമുക്കിങ്ങനെ അടുത്ത ഓപ്ഷൻ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഡ്രസ്സ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അഡ്രസ്സ് നമ്മുടെ ഇങ്ങനെ നമുക്ക് കാണിക്കുന്നത് ഇങ്ങനെ. അപ്പൊ നമ്മുടെ അഡ്രസ്സ് ചെക്ക് ചെയ്യണം. അഡ്രസ്സ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കറക്റ്റ് ആക്കിയതിന് ശേഷം ആ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊക്കെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഓപ്ഷൻ നമുക്ക് വരുന്നതായിരിക്കും. അതപ്പം ഇതേ രീതിയിലായിരിക്കും ഇതുകൊണ്ടൊക്കെ മുകളിലായിട്ട് ഇങ്ങനെ ടിക്ക് ചെയ്ത് ഇതുകൊണ്ടൊക്കെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിൽ വരും. അതിനുശേഷം നമ്മൾ താഴെയായിട്ട് ഡൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഡൺ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് ഇതിപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയി. പക്ഷെ നമ്മൾ വെരിഫിക്കേഷൻ നമ്മൾ ചെയ്തത് സക്സസ്ഫുൾ ആണെന്ന് ഇവിടെ കാണിച്ചു. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാനായിട്ട് നമ്മൾ ആദ്യമേ പോയ അവിടെ തന്നെ ഇതുകൊണ്ടൊക്കെ 3 ലൈനിൽ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് ഇതുകൊണ്ടൊക്കെ വെരിഫിക്കേഷൻ ചെക്ക് എന്നുള്ളിടത്ത് നമ്മൾ ആദ്യമേ ചെയ്ത രീതിയിൽ തന്നെ വെരിഫിക്കേഷൻ ചെക്ക് എന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലൊക്കെ നമുക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതേ രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ വേണ്ട കറക്റ്റായിട്ട് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യുന്ന ഇതേ രീതിയിലാണ്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുകൊണ്ടൊക്കെ ആഡ്സെൻസ് അക്കൗണ്ടിൽ ഇതുകൊണ്ടൊക്കെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേ രീതിയിൽ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം പുതിയ രീതി വന്നിട്ടുള്ളത് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു. പുതിയ രീതിയിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പം പുതിയ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ ചെയ്യാം. അല്ലാതെ പഴയ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഞാനിപ്പോൾ ഈ കാണിച്ച ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.